നമസ്കാരം. 10th ലെവൽ ചോദ്യപേപ്പറും അനുബന്ധ വിവരങ്ങളും. ആദ്യത്തെ ചോദ്യം, വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. ഓപ്ഷൻ സി അപിക്കോ പ്രസ്ഥാനം. നമുക്കിതിന്റെ അനുബന്ധ വിവരങ്ങൾ പഠിക്കാം. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് അപിക്കോ പ്രസ്ഥാനം. സുന്ദർലാൽ ബഹുഗുണയുടെ പിന്തുണയോടെ അപിക്കോ പ്രസ്ഥാനം രൂപീകരിച്ചത് പാണ്ഡുരംഗ ഹെഡ്ഗെ. 1983 കർണാടകയിലാണ് അപിക്കോ പ്രസ്ഥാനം ആരംഭിച്ചത്. നേതൃത്വം നൽകിയത് പാണ്ഡുരംഗ ഹെഡ്ഗെ. അടുത്തത് ചിപ്കോ പ്രസ്ഥാനം. 1973 വനവൃക്ഷങ്ങൾ മുറിക്കുന്നതിനെതിരെ കർഷകരും ഗ്രാമീണ ജനങ്ങളും ഒത്തുചേർന്ന് നടത്തിയ അക്രമരഹിത സമരമാണ് ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ ചമോലി ജില്ലയിലാണ്. നിലവിൽ ചമോലി ജില്ല ഉത്തരാഖണ്ഡിലാണ്. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1973, ആരംഭിച്ച പ്രദേശം ഉത്തർപ്രദേശിലെ ചമോലി ജില്ല. നേതൃത്വം നൽകിയത് സുന്ദർലാൽ ബഹുഗുണ. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ചിപ്കോ പ്രസ്ഥാനമാണ്. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ചിപ്കോ പ്രസ്ഥാനം. മുദ്രാവാക്യം ആവാസ വ്യവസ്ഥയാണ് സ്ഥിര സമ്പത്ത്. ചിപ്കോ പ്രസ്ഥാനത്തിന് റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം ലഭിച്ചത് 1987. അടുത്തത് ജംഗിൾ ബച്ചാവോ ആന്തോളൻ. 1980കളിൽ സ്വാഭാവിക വനം നശിപ്പിച്ച് പകരം കൂടുതൽ വില കിട്ടുന്ന തേക്കുമരങ്ങൾ വളർത്താൻ തീരുമാനിച്ച പദ്ധതിക്കെതിരെ ബീഹാറിലെ സിംഗും ജില്ലയിലെ ആദിവാസികൾ നടത്തിയ പ്രക്ഷോഭമാണ് ജംഗിൾ ബച്ചാവോ ആന്തോളൻ. 1980കളിൽ ബീഹാറിലെ സിംഗും ജില്ലയിലെ ആദിവാസികൾ നടത്തിയ സമരമാണ് എന്തെന്ന് പറയുന്നത്? ജംഗിൾ ബച്ചാവോ ആന്തോളൻ. വൈഷ്ണോയി പ്രസ്ഥാനം. രാജസ്ഥാനിലെ ജോധ്പൂർ രാജാവ് കൊട്ടാര നിർമ്മിതികൾക്കായി മരം മുറിക്കുന്നതിനെതിരെ നടന്ന സമരമാണ് വൈഷ്ണോയി പ്രസ്ഥാനം. വൈഷ്ണോയി പ്രസ്ഥാനം ആരംഭിച്ച സ്ഥലം രാജസ്ഥാനിലെ ഗജാർലി. വൈഷ്ണോയി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് അമൃത ദേവി വൈഷ്ണോയി. അടുത്ത ക്വസ്റ്റ്യൻ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. ലോഹം കാൽസ്യം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം കാൽസ്യം ആണ്. രക്തം കട്ടപിടിക്കാൻ എടുക്കുന്ന സമയം 3 മിനിറ്റ് മുതൽ 8 മിനിറ്റ് വരെയാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം ഫൈബ്രിനോജൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ത്രോംബോകൈനേസ്. ത്രോംബോപ്ലാസ്റ്റിൻ എന്നറിയപ്പെടുന്നത് ത്രോംബോകൈനേസ് ആണ്. ഒന്നുകൂടി പറയാം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ, ലോഹം കാൽസ്യം, മാംസ്യം ആണെങ്കിൽ ഫൈബ്രിനോജൻ, എൻസൈം ആണെങ്കിൽ ത്രോംബോകൈനേസ്. രക്തം കട്ടപിടിക്കാൻ എടുക്കുന്ന സമയം 3 മിനിറ്റ് മുതൽ 8 മിനിറ്റ് വരെയാണ്. രക്തം കട്ടം പിടിച്ച ശേഷം ഊറി വരുന്ന ദ്രാവകം സീറം. രക്തം കട്ടപിടിച്ച ശേഷം ഊറി വരുന്ന ദ്രാവകമാണ് സീറം. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഹെപ്പാരിൻ. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തുവാണ് ഹെപ്പാരിൻ. രക്തം കട്ടപിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം സിട്രേറ്റ്. രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് 4 ഡിഗ്രി സെൽഷ്യസ്. രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. രക്തബാങ്കിന്റെ ഉപജ്ഞാതാവ് ചാൾസ് റിച്ചാർഡ് ഡ്രോ. രക്തബാങ്കിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ചാൾസ് റിച്ചാർഡ് ഡ്രോ. അടുത്ത ക്വസ്റ്റ്യൻ, പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം. പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗമാണ് എംഫിസിമ. പുകവലി കാരണമുണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ. ശ്വാസകോശത്തിനെ ബാധിക്കുന്നത് ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസിമ, ന്യൂമോകോക്കൽ ന്യൂമോണിയ. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നമാണ് ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസിമ, ന്യൂമോകോക്കൽ ന്യൂമോണിയ. പുകവലി മൂലം തലച്ചോറിന് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് പക്ഷാഘാതം. ഹൃദയത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉയർന്ന രക്തസമ്മർദ്ദം, ധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെടല്, ഹൃദയത്തിന്റെ പ്രവർത്തനക്ഷമത കുറയല്. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷപദാർത്ഥം നിക്കോട്ടിൻ. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷപദാർത്ഥം ഏതാണ്? നിക്കോട്ടിൻ. നിക്കോട്ടിൻ ഉണ്ടാകുന്നത് പുകയില ചെടിയുടെ വേരിലാണ്. നിക്കോട്ടിൻ ഉണ്ടാകുന്നത് പുകയില ചെടിയുടെ വേരിലാണ്. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. ലോക പുകയില വിരുദ്ധ ദിനം എപ്പോഴാണ്? മെയ് 31. അടുത്ത ചോദ്യം,
കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി. ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു അല്ലെ, മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതിയാണ് മൃതസഞ്ജീവനി. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യന്. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം. നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. അടുത്തത്, കിടപ്പ് രോഗികൾക്കും രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്കും സ്വന്തം വീടുകളിൽ സമയാസമയം പരിശോധിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സാന്ത്വനം. കിടപ്പ് രോഗികൾക്കും രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്കും സ്വന്തം വീടുകളിൽ സമയാസമയം പരിശോധിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി അറിയപ്പെടുന്നത് സാന്ത്വനം. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതിയാണ് മൃതസഞ്ജീവനി. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി സുകൃതം. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതിയാണ് ആർദ്രം. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏതാണ്? ആർദ്രം പദ്ധതി. അടുത്തത്, മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18-ൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതി താലോലം. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18-ൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതിയാണ് താലോലം. അടുത്തത്, കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി കാതോരം. കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഉഷസ്. ഇതെല്ലാം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഉഷസ്. അടുത്ത ക്വസ്റ്റ്യൻ, തെങ്ങിന്റെ സങ്കരയിനം അല്ലാത്തത് ഏത്? തെങ്ങിന്റെ സങ്കരയിനം അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി അക്ഷയ. ബാക്കി ഇതെല്ലാം ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രശങ്കര, ഇതെല്ലാം തെങ്ങിന്റെ സങ്കരയിനങ്ങളാണ്. അല്ലാത്തത് അക്ഷയ. തെങ്ങിന്റെ സങ്കരയിനങ്ങൾ പഠിക്കാം. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ, ലക്ഷദ്വീപ് ഓർഡിനറി, ചാവക്കാട് കൊള്ളൻ, നീലേശ്വരം കൊള്ളൻ, മലയൻ ഡോർഫ്, ഇതെല്ലാം തെങ്ങിന്റെ സങ്കരയിനങ്ങളാണ്. ഏതൊക്കെയാണ്? ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ, ലക്ഷദ്വീപ് ഓർഡിനറി, ചാവക്കാട് കുള്ളൻ, നീലേശ്വരം കുള്ളൻ, മലയൻ ഡോർഫ്, ഇവയെല്ലാം തെങ്ങിന്റെ സങ്കര ഇനങ്ങളാണ്. തെങ്ങിന്റെ നീളം കൂടിയ ഇനങ്ങള്, ഇത് SCRT പോയിന്റ് ആണ്. PSC സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. നീളം കൂടിയ തെങ്ങിനങ്ങളും നീളം കുറഞ്ഞ തെങ്ങിനങ്ങളും. നീളം കൂടിയ തെങ്ങിനങ്ങൾ ഏതൊക്കെയാണ്? വെസ്റ്റ് കോസ്റ്റ് ടോള്, ഈസ്റ്റ് കോസ്റ്റ് ടോള്, ലക്ഷദ്വീപ് ഓർഡിനറി. നീളം കൂടിയ തെങ്ങിനങ്ങളാണ് വെസ്റ്റ് കോസ്റ്റ് ടോള്, ഈസ്റ്റ് കോസ്റ്റ് ടോള്, ലക്ഷദ്വീപ് ഓർഡിനറി. നീളം കുറഞ്ഞ തെങ്ങിനങ്ങളാണ് ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീന്, ഗംഗാ ബോണ്ടം. നീളം കുറഞ്ഞ തെങ്ങിനങ്ങൾ ഏതൊക്കെയാണ്? ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീൻ, ഗംഗാ ബോണ്ടം. നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു അല്ലെ അക്ഷയ. അക്ഷയ ഏതായിരുന്നു? തക്കാളി അല്ലെ. തക്കാളിയുടെ സങ്കരയിനമാണ് അക്ഷയ. തക്കാളിയുടെ സങ്കരയിനങ്ങളാണ് ശക്തി, മുക്തി, മനുപ്രഭ, മനുലക്ഷ്മി, അനഘ, അക്ഷയ. തക്കാളിയുടെ സങ്കരയിനങ്ങൾ ഏതൊക്കെയാണ്? ശക്തി, മുക്തി, മനുപ്രഭ, മനുലക്ഷ്മി, അനഘ, അക്ഷയ. അടുത്തത് പാവയ്ക്ക. പാവയ്ക്കയുടെ സങ്കരയിനങ്ങളാണ് പ്രിയ, പ്രീതി, പ്രിയങ്ക. പാവയ്ക്കയുടെ സങ്കരയിനങ്ങൾ ഏതൊക്കെയാണ്? പ്രിയ, പ്രിയങ്ക, പ്രീതി. വെണ്ടയുടെ സങ്കരയിനങ്ങളാണ് കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി, അരുണ, ആനക്കൊമ്പൻ. വെണ്ടയുടെ സങ്കരയിനങ്ങൾ ഏതൊക്കെയാണ്? കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി, അരുണ, ആനക്കൊമ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ്. കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ നോക്കാം. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യമാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം.
കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളാണ് വൈറ്റില, കായംകുളം, പട്ടാമ്പി, മാങ്കൊമ്പ്. കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? വൈറ്റില, കായംകുളം, പട്ടാമ്പി, മാങ്കൊമ്പ് എന്നിവ. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ. തൃശൂർ ജില്ലയിലെ കണ്ണാറയാണ് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം. കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രങ്ങളാണ് ആനക്കയം, മലപ്പുറം ജില്ലയിലാണ്. മാടയ്ക്കത്തറ, തൃശൂർ ജില്ലയിലാണ്. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ. കണ്ണൂർ ജില്ലയിലെ പന്നിയൂരിലാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര. തൃശൂർ ജില്ലയിലെ വെള്ളാനിക്കരയിലാണ് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം. കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചൂണ്ടൽ. വയനാട് ജില്ലയിലെ ചൂണ്ടലിലാണ് കാപ്പി ഗവേഷണ കേന്ദ്രം. എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്